നമസ്കാരം. ഗുജറാത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൻ്റെ ഫലങ്ങൾ ഇക്കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. മലയാള മാധ്യമങ്ങൾ പതിവുപോലെ അതിലേക്ക് വലിയ ശ്രദ്ധയൊന്നും കൊടുത്തിട്ടില്ല. അടിസ്ഥാനപരമായിട്ട് ബി.ജെ.പിയുടെ ഒരു ആധിപത്യമായിരുന്നു ആ തെരഞ്ഞെടുപ്പിൻ്റെ ഫലത്തിൽ ഗുജറാത്തിലുടനീളം കണ്ടത്. പ്രത്യേകിച്ച് 15-ൽ 15 മുനിസിപ്പൽ കോർപ്പറേഷനുകൾ ബി.ജെ.പി വിജയിച്ചു. മുനിസിപ്പാലിറ്റികളിൽ 84 മുനിസിപ്പാലിറ്റികൾ ഉള്ളതിൽ 78 എണ്ണത്തിൽ ബി.ജെ.പി വിജയിച്ചു. ഗ്രാമപഞ്ചായത്തുകളിൽ 34 എണ്ണമുള്ളതിൽ 33 എണ്ണത്തിൽ ബി.ജെ.പി വിജയിച്ചു. താലൂക്ക് പഞ്ചായത്തിൽ 260 എണ്ണമുള്ളതിൽ 220ലും ബി.ജെ.പി വിജയിച്ചു. ഇനി സീറ്റുകളുടെ കാര്യം പറഞ്ഞാൽ ഈ നഗരപ്രദേശങ്ങളുടെ സീറ്റുകളുടെ എണ്ണം ഒന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും. കാരണം മുഴുവനായിട്ട് 1044 സീറ്റുകളുണ്ട്. നഗരപ്രദേശങ്ങളുടെ മുഴുവൻ സീറ്റുകളുടെ ഒരു കണക്കെടുക്കുമ്പോൾ അതിൽ 937 സീറ്റ്സ് ബി.ജെ.പി കൊണ്ടുപോയി. കോൺഗ്രസിന് ലഭിച്ചത് 95 സീറ്റുകൾ മാത്രമാണ്. ആം ആദ്മി പാർട്ടിയാണ് ഇതിൽ താരം. കാരണം അവർക്കും മറ്റുള്ളവർക്കും അവരുടെ കൂടെ നിന്ന സ്വതന്ത്രന്മാർക്കും എല്ലാം ചേർന്ന് 6 സീറ്റുകളാണ് കിട്ടിയത്. അതിൽ തന്നെ സൂറത്ത് പ്രദേശത്താണ് അവർക്ക് ഒരല്പം നേട്ടമുണ്ടായി എന്ന് പറയുവാൻ കഴിയുന്നത്. ആം ആദ്മി പാർട്ടി താരമാണെന്ന് ഞാൻ പറഞ്ഞതിന് കാര്യമുണ്ട്. കാരണം ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണങ്ങൾ നടക്കുമ്പോൾ ആം ആദ്മി പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾ എന്നെ സൂറത്തിലെ മേയറായിട്ട് ഇപ്പോൾ തന്നെ അരവിന്ദ് കെജ്രിവാൾ സാറ് നിശ്ചയിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞ് നടക്കുന്നവരുണ്ടായിരുന്നു. എൻ്റെ ഒരു പ്രശസ്തിയിലും ഒരു വർദ്ധിച്ചു വരുന്ന ജനപ്രീതിയിലും പരിഭ്രാന്തരായ ബി.ജെ.പി എനിക്ക് 7 കോടി രൂപ വാഗ്ദാനം തന്നിട്ടുണ്ട് ബി.ജെ.പിയിലേക്ക് ചേരുവാൻ, അല്ലെങ്കിൽ എൻ്റെ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുവാൻ എന്നുള്ള അവകാശവാദങ്ങൾ. ഇത്തരത്തിലുള്ള അവകാശവാദങ്ങളെല്ലാം നടത്തി തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിറങ്ങിയ ആം ആദ്മി പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾ നിരവധിയായിരുന്നു. അവരെല്ലാം ഒന്നൊഴിയാതെ തോറ്റു എന്നുള്ളതാണ് ആം ആദ്മിയെ ഈ തിരഞ്ഞെടുപ്പിൽ താരമാക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം. രണ്ടാമത്തെ കാര്യം, ഇനി വരുന്ന തിരഞ്ഞെടുപ്പിൽ ഗുജറാത്തിലേക്ക് വരുവാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ആം ആദ്മി വമ്പൻ ചലനങ്ങൾ ഉണ്ടാക്കിയേക്കും എന്ന് ദേശീയ മാധ്യമങ്ങൾ പോലും പലപ്പോഴും ബി.ജെ.പിയോടൊരു ചായ്വുണ്ടെന്ന് തോന്നിക്കാവുന്ന തരത്തിൽ വാർത്തകൾ നൽകുന്ന മാധ്യമങ്ങൾ പോലും അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ ഗുജറാത്തിൽ ആം ആദ്മി പാർട്ടി വമ്പൻ ചലനങ്ങൾ ഉണ്ടാക്കിയേക്കും എന്ന് ഇടക്കാലത്തൊരു സൂചന നൽകിയിരുന്നു. ഇപ്പോൾ അവർ ആ സൂചനയൊക്കെ മാറ്റി ആം ആദ്മി ഒരു ചലനവും ഉണ്ടാക്കാൻ പോകുന്നില്ല എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ തിരികെ പോയിട്ടുണ്ട്. ഈ പറയുന്ന പോലെ മൂഷിക സ്ത്രീ വീണ്ടും മൂഷിക സ്ത്രീയായെന്ന് പറയുന്നത് പോലെ അരവിന്ദ് കെജ്രിവാൾ നേരിട്ട് തന്നെ ഗുജറാത്തിൽ പ്രചരണത്തിലെത്തിയിരുന്നു. അദ്ദേഹത്തിന് വെസ്റ്റ് ബംഗാളിൽ പ്രചരണ തിരക്കുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് പ്രചരണം കഴിഞ്ഞെത്തിയപ്പോഴാണല്ലോ രാഘവ് ചദ്ദ മറ്റുള്ളവരെയും കൊണ്ട് ഒരു 3-ൽ 2 രാജ്യസഭാ എംപിമാരെയും കൊണ്ട് സ്ഥലം വിട്ടത്. പക്ഷേ എന്നാൽ തന്നെ ഗുജറാത്ത് തിരഞ്ഞെടുപ്പിൽ ഇടയ്ക്കിടെ കാര്യമായി തന്നെ അരവിന്ദ് കെജ്രിവാൾ ശ്രദ്ധ ചെലുത്തിയിരുന്നു. പ്രത്യേകിച്ച് സൂറത്ത് മേഖലയിൽ നേട്ടമുണ്ടായിട്ടുണ്ട്. അവർക്ക് നേട്ടമെന്ന് പറഞ്ഞാൽ സ്വല്പം വിജയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവർക്കും മറ്റുള്ളവർക്കും കൂടി 6 സീറ്റ്. ആകെ ഞാൻ പറഞ്ഞില്ല 1000-ന് മേൽ സീറ്റുകൾ ഉള്ളിടത്ത് 1044 സീറ്റുകൾ ഉള്ളിടത്ത് 6 സീറ്റ് വളരെ വലിയ നേട്ടം തന്നെയാണ്. പക്ഷേ ഒരു തുടക്കക്കാരെന്നുള്ള നിലയിൽ നമുക്ക് അതൊരു നേട്ടമായിട്ട് തന്നെ സമ്മതിച്ചു കൊടുക്കാം. പക്ഷേ സൂറത്തിൽ നിന്ന് പുറത്തേക്ക് ഗുജറാത്തിൻ്റെ മറ്റൊരു മേഖലയിലും ഒരു സ്വാധീനവും ചെലുത്താൻ ആം ആദ്മി പാർട്ടിക്ക് സാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, പൂർണ്ണമായിട്ട് തന്നെ അവരുടെ സ്ഥാനാർത്ഥികളെ ജനം നിരസിച്ച് കെട്ടിവെച്ച തുക പോലും കിട്ടാത്ത പരുവത്തിലേക്ക് തള്ളിവിടുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ സൂറത്തിൻ്റെ ഒരു പ്രസക്തി എന്ന് പറഞ്ഞാൽ സൂറത്ത് പോലുള്ളൊരു പ്രദേശത്ത് ആം ആദ്മി പാർട്ടിയുടെ സ്വാധീനം വർദ്ധിച്ചു വരുന്നത് ബി.ജെ.പി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം കോൺഗ്രസിനെ പോലെ അല്ല ആം ആദ്മി പാർട്ടി എന്നുള്ളത് അടിസ്ഥാനപരമായിട്ട് ഏതെങ്കിലും ഒരു പ്രദേശത്ത് ചെന്ന് കഴിഞ്ഞാൽ അവരുടെ ഏറ്റവും വലിയ സഹയാത്രികർ അവിടുത്തെ പ്രശ്നക്കാരായിട്ടുള്ള ഭീകരവാദികളായിരിക്കും. പഞ്ചാബിലാണെങ്കിൽ ഖാലിസ്ഥാനികൾ, മറ്റേതെങ്കിലും പ്രദേശത്താണെങ്കിൽ ജിഹാദികൾ. ഗുജറാത്തിലെ കാര്യവും വ്യത്യസ്തമല്ല. ഇത് ബി.ജെ.പി കേന്ദ്ര നേതൃത്വത്തിന് അറിയാത്ത കാര്യമൊന്നുമല്ല, ഗുജറാത്തിലെ നേതൃത്വത്തിനും അറിയാത്ത കാര്യമൊന്നുമല്ല. പക്ഷേ ഞാൻ പ്രേക്ഷകരുടെ അറിവിലേക്ക് വേണ്ടി പറയുകയാണ്. ആം ആദ്മി പാർട്ടിയുടെ പ്രത്യേകിച്ച് ട്വിറ്ററിൽ, പഴയ ട്വിറ്റർ ഇപ്പോൾ എക്സിലുള്ള ഈ ഗുജറാത്ത് തിരഞ്ഞെടുപ്പ് സംബന്ധമായിട്ടുള്ള ഏതൊരു പോസ്റ്റും നിങ്ങൾ എടുത്തു നോക്കുക. വളരെ ഇന്ന പോസ്റ്റൊന്നുമില്ല, ഒരു റാൻഡം സെലക്ഷൻ എന്നുള്ള രീതിയിൽ പോസ്റ്റുകൾ എടുത്തു നോക്കുക. മിക്കവാറും കൃത്യമായിട്ടുള്ള മതചിഹ്നങ്ങൾ അണിഞ്ഞ് തീവ്രമായിട്ടുള്ള ആശയങ്ങൾ പ്രകടിപ്പിക്കുന്ന ഇസ്ലാമിസ്റ്റുകളെ നിങ്ങൾക്ക് ആ വീഡിയോയിൽ 10-ൽ 9-ലും കാണുവാൻ സാധിക്കും. അവരുടെ സഹയാത്രികർ അടിസ്ഥാനപരമായിട്ട് ഗുജറാത്തിൽ ജിഹാദികളാണ്. കാരണം ഗുജറാത്തിലൊരു തലപൊക്കാതിരുന്ന ജിഹാദികൾക്ക് ഇപ്പോൾ അവരുടെ എണ്ണം വളരെ കുറവാണ്. പക്ഷേ ഈ തീർത്തും ഇല്ലാതായിട്ടില്ലവർ. അവർക്ക് ഒരു പിടിവള്ളിയായി കിട്ടിയതാണ് ആം ആദ്മി പാർട്ടി. കാരണം കോൺഗ്രസിന് മേലുള്ള അവരുടെ വിശ്വാസം നഷ്ടപ്പെട്ടു കഴിഞ്ഞു. കാരണം കോൺഗ്രസിനെ കൊണ്ട്
കോൺഗ്രസ് ഇനിയൊരു യൂസ്ഫുൾ ഇഡിയറ്റ് അല്ല, വെറും ഇഡിയറ്റ് മാത്രമാണ്. അടുത്ത യൂസ്ഫുൾ ഇഡിയറ്റ് അവർക്ക് ലഭിച്ചിരിക്കുന്നത് ആം ആദ്മി പാർട്ടിയാണ്. പ്രയോജനപ്രദമായ വിഡ്ഢി. കോൺഗ്രസ് ഇപ്പോൾ പ്രയോജനപ്രദം മാറി വിഡ്ഢി മാത്രമായിട്ടുണ്ട്. അതാണ് അതിൻ്റെ ഒരു തർജിമ. ഇനി ഇംഗ്ലീഷ് പഠിക്കാത്തവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ കാര്യം പറഞ്ഞു വന്നാൽ ജിഹാദികൾ ആം ആദ്മി പാർട്ടിയെ കയ്യിലെടുത്തിട്ടുണ്ട്. ആം ആദ്മി പാർട്ടി വിചാരിച്ചിരിക്കുന്നത് ജിഹാദികളെ ഞങ്ങൾ കയ്യിലെടുത്തിട്ടുണ്ടെന്നാണ്. പക്ഷേ അത്തരത്തിലുള്ള ഒരു സംഭവം ലോകത്ത് ഇന്നേ വരെ നടന്നതായി ചരിത്രത്തിലെങ്ങും തെളിവില്ല. കാരണം ജിഹാദികളെ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ ഉപയോഗപ്പെടുത്തിയാൽ അതിൻ്റെ 10 ഇരട്ടി കൂലി അവർ വസൂലാക്കും, 10 ഇരട്ടി പണി നിങ്ങളെ കൊണ്ടവർ ചെയ്യിപ്പിക്കുകയും ചെയ്യും. അതിനുശേഷം നിങ്ങളുടെ പ്രയോജനം അവസാനിക്കുന്ന സമയത്ത് യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ നിങ്ങളെ ഉപേക്ഷിക്കുകയും ചെയ്യും എന്നുള്ളതാണ് ജിഹാദികളുടെ ചരിത്രപരമായ പ്രവർത്തന രീതി, മോഡസ് ഓപ്പറാൻഡി. അതുകൊണ്ട് തന്നെ ആം ആദ്മി പാർട്ടി താരമാണെന്ന് ഞാൻ പറഞ്ഞതിൽ, താരമെന്ന് പറയുന്നത് ഇപ്പോഴത്തെ കാലത്ത് വില്ലനും താരമാകാമല്ലോ. ആം ആദ്മി പാർട്ടി വില്ലൻ്റെ ഒരു കയ്യാളാണ്. അടിസ്ഥാനപരമായിട്ട് ജഗ്ഗു, പഴയ ജോസ് പ്രകാശിൻ്റെ ജഗ്ഗു. ജോസ് പ്രകാശ് ജിഹാദികളാണ്. പക്ഷേ അരവിന്ദ് കെജ്രിവാളിൻ്റെ വിചാരം, അല്ലെങ്കിൽ ആം ആദ്മി പാർട്ടിക്കാരുടെ, ഗുജറാത്തിലുള്ള ആം ആദ്മി പാർട്ടിക്കാരുടെ വിചാരം അവരാണ് ജോസ് പ്രകാശ്, ജിഹാദികൾ ജഗ്ഗു ആണെന്നാണ്. ഈ റോൾ റിവേഴ്സൽ എപ്പോൾ സംഭവിക്കുമെന്നുള്ളത് അവർക്ക് പോലും മനസ്സിലാകില്ല. പക്ഷേ അടിസ്ഥാനപരമായിട്ട് ഈ BJPയുടെ ഒരു ആധിപത്യം തുടരുന്നത് കൊണ്ട് ജോസ് പ്രകാശ് പോലും ഇപ്പോൾ അടിസ്ഥാനപരമായിട്ട് ലുങ്കിയും കൈലിയും എടുത്ത് കീരിവാസവൻ്റെ അവസ്ഥയിലാണ് നടക്കുന്നത്. ജോസ് പ്രകാശ് ആയിട്ടില്ല, കോട്ട് സൂട്ടുമിട്ട് പൈപ്പ് കടിച്ച് പിടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നിട്ടില്ല. ആ ഒരു അവസ്ഥയിലേക്ക് തിരികെ എത്തുവാനാണ് ഒരു 2001, 2002 കാലഘട്ടത്തിന് മുൻപ് അത്തരത്തിൽ ജോസ് പ്രകാശുമാരായി, നിരവധി ജോസ് പ്രകാശുമാരായി ജിഹാദികൾ ഗുജറാത്തിൽ വിലസിയിരുന്നു. പലർക്കും അറിയാത്തൊരു കാര്യമുണ്ട്. ഈ ഗോദ്ര എന്ന് പറയുമല്ലോ, ഈ ഗോദ്ര എന്ന പ്രദേശത്ത് BJPയുടെ ഒരു ഓഫീസ് വന്നത് 2010-2011 കാലഘട്ടത്തിലാണ്. ഞാൻ ആ സമയത്ത് ഗുജറാത്തിലുണ്ട്. അതിനു മുൻപ് BJPയുടെ ഒരു ഓഫീസ് പോലും തുടങ്ങാനുള്ളൊരു സാഹചര്യം ഗോദ്രയിൽ നിലവിലില്ലായിരുന്നു. ഇനി നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കുക ഗോദ്ര എന്തായിരുന്നു എന്നുള്ളത്. പലപ്പോഴും നമ്മൾ തമാശയ്ക്ക് പറയും അതൊരു വലിയ മലപ്പുറമാണെന്ന്. വലിയ മലപ്പുറം എന്നല്ല, അതൊരു ചെറിയ താലിബാനായിരുന്നു, അഫ്ഗാനിസ്ഥാനായിരുന്നു, അല്ലെങ്കിൽ പാകിസ്ഥാനായിരുന്നു. ഇപ്പോൾ ദുരന്തർ സിനിമയിൽ കണ്ടില്ലേ ലിയാരി, അല്ലെങ്കിൽ ഒരു ചെറിയ ലിയാരി ആയിരുന്നു ഗോദ്ര. അതിന് മാറ്റമുണ്ടായത് 2011-ലാണ്. 2002-ലല്ല, 2011-ൽ BJPയുടെ ഒരു ഓഫീസ് ആദ്യമായി ഗോദ്രയിൽ തുറക്കുന്നത്. ചിന്തിച്ചു നോക്കൂ എത്തരത്തിലായിരുന്നു ഈ ജിഹാദികൾ ജോസ് പ്രകാശ്മാരായി അവിടെ വിലസിയിരുന്നതെന്ന്. അത്തരത്തിലേക്കുള്ളൊരു ജോസ് പ്രകാശ് ഭാവത്തിലേക്ക് തിരികെ എത്തുവാനുള്ള അവസാന ശ്രമങ്ങളാണ് ജിഹാദികൾ ആപ്പിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആപ്പിൻ്റെ ധാരണ അവരാണ് ജോസ് പ്രകാശ് എന്നാണ്. വെറും ജഗ്ഗുമാരാണ് ആപ്പുകൾ. പക്ഷേ ജഗ്ഗുവും താരമാണല്ലോ ഏതെങ്കിലും ഒരു തരത്തിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിൽ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആപ്പാണ് താരമെന്ന്. എന്തായാലും ഗുജറാത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൻ്റെ ഫലങ്ങൾ BJPയുടെ ആധിപത്യം ഒന്നുകൂടി ഉറപ്പിക്കുന്നു. ഒപ്പം തന്നെ ഒരു ചെറിയ മുന്നറിയിപ്പും BJPക്ക് നൽകുന്നുണ്ട്. ആപ്പിനെ ഒന്ന് ശ്രദ്ധിച്ചോളുക. ആപ്പിൻ്റെ മറപിടിച്ച് ജിഹാദികൾ വീണ്ടും തലപൊക്കാതിരിക്കാൻ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ശ്രദ്ധിക്കുന്നുണ്ട് BJP. എന്നാലും കേരളത്തിലെ പോലെയല്ല, കേരളത്തിലെ BJP നേതൃത്വത്തെ കുറ്റം പറയല്ല, കേരളത്തിലെ ജനങ്ങളെ പോലെയല്ല ഗുജറാത്തിലെ ജനങ്ങൾ. അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് BJPക്ക് അഥവാ ഒരല്പ ശ്രദ്ധ കുറവ് പറ്റിയാലും അവർ ഇങ്ങനൊരു കുഴപ്പമുണ്ടേ, ഞങ്ങളത് പരിഹരിച്ചിട്ടുണ്ട്, പക്ഷേ ഇനി നോക്കിക്കണം എന്നുള്ള രീതിയിൽ ഇത്തരത്തിലുള്ള തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ നൽകി BJP വീണ്ടും ട്രാക്കിലേക്ക് കൊണ്ടുവന്നുകൊള്ളും. അതുകൊണ്ട് തന്നെ ആശങ്ക വേണ്ട. നേരത്തെ മുൻപുള്ള വീഡിയോയിൽ പറഞ്ഞ പോലെ ഇന്നത്തെ ഒരു സ്റ്റാൻഡേർഡ് തീമാണെന്ന് തോന്നുന്നു. ഭയം വേണ്ട, ജാഗ്രത മതി. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്വമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്വമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്വമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.